കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ക്രിസ്ത്യൻ ലൈവിൻ്റെ CEO ഫൗണ്ടറായിരിക്കുന്ന അജി, ഇതിലെ എല്ലാ സ്റ്റാഫിനും, ക്രിസ്ത്യൻ ലൈവിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം. ഇന്ന് പകൽക്കാലം നമ്മളെ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വസ്തരായ ക്രൂശിൻ്റെ പടയാളികൾക്ക് ലഭിക്കുന്ന കിരീടം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശ്വസ്തരായ ക്രൂശിൻ്റെ പടയാളികൾക്ക് ലഭിക്കുന്ന കിരീടം. അതിനെ ആധാരമായി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് 2 യോഹന്നാൻ അതിൻ്റെ 8-ാമത്തെ വാക്യം. യോഹന്നാൻ 2-ാം ലേഖനം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ച് കൊള്ളുവിൻ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ച് കൊള്ളുവിൻ. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, എല്ലാ വിശ്വാസികളും തങ്ങളുടെ പ്രവൃത്തിയുടെ വിധിക്കായി കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. നമ്മുടെ പ്രതിഫലത്തിൻ്റെ അളവ് നിശ്ചയിക്കേണ്ടതിന് നമ്മുടെ പ്രവൃത്തി വിധിക്കപ്പെടും. കർത്താവുമായുള്ള വിശ്വസ്തയുടെ അടിസ്ഥാനമായിരിക്കും പ്രതിഫലത്തിൻ്റെ അളവുകോൽ. ഏതെല്ലാം പ്രതിഫലങ്ങളെ പ്രാപിക്കുന്ന പ്രതിഫലങ്ങൾ വിരുതെന്നും കിരീടമെന്നും തിരുവെഴുത്തെ പറയുന്നു. ഇന്ന് വിശ്വസ്തരായ ക്രൂശിൻ്റെ പടയാളികൾക്ക് ലഭിക്കുന്ന കിരീടത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കിരീടം പ്രശംസാ കിരീടം. പ്രശംസാ കിരീടം വിശ്വസ്തരായി ആത്മാക്കളെ നേടിയവർക്ക് ഉള്ളതാണ്. തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിലെ നിലനിൽപ്പീൻ. 1 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു, നിങ്ങളും അല്ലയോ? ഈ തലമുറയിൽ വിവിധ നിലകളിൽ കർത്താവിനെ നമുക്ക് മറ്റുള്ളവരോട് അറിയിക്കാം. വ്യക്തിപരമായി സുവിശേഷ പ്രസംഗത്താൽ, ലഘുലേഖ വിതരണത്താൽ, ബൈബിളോ അല്ലെങ്കിൽ തിരുവെഴുത്തിലെ ചില ബുക്കുകളോ മറ്റ് പല മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് അത് ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ വ്യക്തിപരമായ രക്ഷയുടെ സാക്ഷ്യത്തോടൊപ്പം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളുടെ പല മാർഗത്തിൽ നമുക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്താം. രണ്ടാമത് നമ്മളെ വായിക്കുന്നത് നീതിയുടെ കിരീടം. നീതിയുടെ കിരീടം കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്ന വിശ്വസ്തർക്ക് വേണ്ടിയുള്ളതാണ്. 2 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. സ്നേഹിതരെ, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. നിങ്ങൾ കർത്താവിൻ്റെ വരവ് നോക്കി പാർക്കുന്ന ജീവിതങ്ങളാണോ? നമ്മൾ തയ്യാറുള്ളവരും കാത്തിരിക്കുന്നവരും ആയിത്തീരണം. തിരുവെഴുത്ത് പറയുന്നു, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നമ്മളെ വായിക്കുന്നു: അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ തനിരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. കർത്താവിന് നമ്മളെ വേണം.
ഒരു ദിവസം കർത്താവ് നമുക്ക് വേണ്ടി വരും. അവൻ നമുക്ക് നീതിയുടെ കിരീടം തരും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവൻ നീതിയുടെ കിരീടം തരും. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. മൂന്നാമത്തെ കിരീടം തിരുവചനം പറയുന്ന തേജസ്സിൻ്റെ കിരീടം. തേജസ്സിൻ്റെ കിരീടം വിശ്വസ്തരായ കർത്താവിൻ്റെ വേലക്കാർക്കുള്ളതാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കുന്ന എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച് ഒരുപക്ഷെ മന്ത്രിക്കും, നിങ്ങൾ യോഗ്യതയില്ലാത്തവരും കഴിവില്ലാത്തവരുമാണ്. അവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളും ചൂണ്ടിക്കാട്ടും. അവൻ പറയും, നീ മാറി നിൽക്ക്, മറ്റുള്ളവർ നിന്നേക്കാൾ മികച്ചത് ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു 2 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതിനുശേഷം പൗലോസ് വിളിച്ചു പറഞ്ഞു 2 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ, കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഓർക്കുക, പിശാച് നിങ്ങളെ കുറ്റം വിധിക്കും, എന്നാൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് സങ്കീർത്തനം 126 5-ാമത്തെ വാക്യത്തിൽ, കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും. കർത്താവ് നമ്മൾ ജയാളികൾ ആകണമെന്നല്ല പറഞ്ഞത്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. നമ്മൾ സുവിശേഷം അറിയിക്കുക. കൊയ്ത്ത് കർത്താവിൻ്റെ കയ്യിലാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. 4-ാമത്തെ കിരീടം എന്ന് പറയുന്നത് ജീവകിരീടമാണ്. ജീവകിരീടം രക്തസാക്ഷികൾക്കും പരീക്ഷ സഹിച്ചവർക്കുമുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനെ പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, എന്നാൽ മരണപര്യന്തം വിശ്വസനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. യാക്കോബിൻ്റെ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പുതിയ നിയമത്തിൽ ജീവകിരീടം പ്രാപിക്കുന്ന അനേകരുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ സ്നാപകൻ, അന്ത്രയോസ്, പൗലോസിൻ്റെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു തലച്ഛേദനമുണ്ടായി മാറ്റപ്പെട്ടവർ, സ്തേഫാനോസ്, യാക്കോബ്, മത്തിയാസ് കല്ലേറുകൊണ്ട് മാറ്റപ്പെട്ടവർ, മത്തായി നിഗ്രഹമുണ്ടായി മാറ്റപ്പെട്ട വ്യക്തിത്വം, മർക്കോസ് പട്ടണത്തിൽ കൂടെ എഴച്ചു കൊണ്ടുപോയി മരണമടഞ്ഞ വ്യക്തിത്വം, ലൂക്കോസ് തൂക്കി മാറ്റപ്പെട്ട വ്യക്തിത്വം, പത്രോസും ശിമിയോനും ക്രൂശിക്കപ്പെട്ടവർ, ഫിലിപ്പ് അടിച്ച് മാറ്റപ്പെട്ട വ്യക്തിത്വം, ബർത്തോമേലിയും തോമസും നിഷ്ഠൂരമായി മാറ്റപ്പെട്ട വ്യക്തിത്വങ്ങൾ, യാക്കോബ് ആലയത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ക്രൂരമായ മാറ്റപ്പെട്ട വ്യക്തിത്വം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാം പരീക്ഷ സഹിച്ചവരും രക്തസാക്ഷികളായവരുമാണ്. ഇവർ കർത്താവിന് വേണ്ടി ജീവിച്ചവരും കർത്താവിന് വേണ്ടി മരിച്ചവരുമാണ്. ഇവർക്ക് ജീവകിരീടം ലഭിക്കും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നു,
അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അഞ്ചാമത്തെ കിരീടം തിരുവചനം പറയുന്ന വാടാത്ത കിരീടം. വാടാത്ത കിരീടം പാപമില്ലാതെ കർത്താവിന് വേണ്ടി വേർപെട്ട ജീവിതം വിശ്വസ്തയോടെ കഴിച്ചവർക്ക് ഉള്ളതാണ്. ഒന്ന് കരുതി 9-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നു, അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വിഷയം ആണ് ഇത്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസനും നീതിമാനുമാകുന്നു. സദൃശവാക്യം 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. 66-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവെ കേൾക്കയില്ലായിരുന്നു. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, പാപത്തെ വെറുക്കാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുകയില്ല. ദൈവത്തെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് വാടാത്ത കിരീടം. ഈ കിരീടങ്ങൾ കൊണ്ട് നമ്മളെ എന്തു ചെയ്യും? നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമുക്ക് ആണിപ്പഴുതുള്ള ക്രിസ്തുവിൻ്റെ കാൽപാദത്തിങ്കൽ ആ പ്രതിഫലം വെച്ചിട്ട് അവനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായിലുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ ഇടും. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ ചെയ്യുവാൻ ഒരു സമയമുണ്ട്. നമ്മൾ വിശ്വസ്തയോടും സന്തോഷത്തോടും അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. പരീക്ഷയ്ക്കൊരു സമയമുണ്ട്. തങ്ങളുടെ പ്രവർത്തികൾ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വിധിക്കപ്പെടും. നമ്മുടെ പ്രതിഫലം അവിടെ നിശ്ചയിക്കപ്പെടും. കർത്താവിനോടുള്ള വിശ്വസ്തതയായിരിക്കും അതിൻ്റെ മാനദണ്ഡം. കിരീടത്തിനൊരു സമയമുണ്ട്. കർത്താവിനോട് നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമ്മൾ എല്ലാവരുടെയും തലയിൽ കർത്താവെ കിരീടം വയ്ക്കും. ആരാധനയ്ക്കൊരു സമയമുണ്ട്. കർത്താവ് നമ്മുടെ തലയിൽ കിരീടം വയ്ക്കുന്ന ആ നിമിഷം നമ്മൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ കിരീടം വെച്ചിട്ട് അവനെ ആരാധിക്കാം. എത്രയോ സന്തോഷം ഉളവാകുന്ന അവസ്ഥ. പരിശോധനയ്ക്കൊരു സമയമുണ്ട്. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുകയും കിരീടം നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. സ്വയപരിശോധന കിരീടം നഷ്ടപ്പെടാതെ നമ്മളെ കാക്കും. ഇന്ന് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മളിൽ നോക്കുന്നത് എണ്ണമല്ല, മൂല്യമാണ്. നമ്മുടെ പ്രവൃത്തിയുടെ മൂല്യം. കർത്താവിന് എന്തുമാത്രം എന്നല്ല, എങ്ങനെയുള്ളതെന്നാണ് പ്രാധാന്യം. പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ അവിശ്വസ്തത ഉപേക്ഷിക്കുമെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ച് ഒരു പുതിയ അധ്യായം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. ഈ നിമിഷം തൊട്ട് സ്നേഹിതരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവകൃപയാൽ കർത്താവിനോട് വിശ്വസ്തരായി ജീവിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലെ ഇന്ന് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി ഞങ്ങളെ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇന്ന് ഞങ്ങൾ വന്ന സമയം തൊട്ട്
ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വസരായ ക്രൂശിൻ്റെ പടയാളികൾക്ക് ലഭിക്കുന്ന കിരീടത്തെക്കുറിച്ച് ചില നിമിഷങ്ങളെ ചുരുക്കമായി ചിന്തിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന തിരുവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തിയുടെ വിധിക്കായി ഞങ്ങൾ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഏതെല്ലാം പ്രതിഫലങ്ങളെ പ്രാപിക്കുമെന്ന് ഇന്ന് ഒരുമിച്ച് ചിന്തിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവെ, അടിയൻ ഇത് ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.